ശ്രീ, എടുക്കണോ വേണ്ടയോ എന്നൊരാശങ്ക എനിക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. വിറയാർന്ന കൈകളോടെ ഫോണെടുത്ത് എൻ്റെ ചെവിയിലേക്ക് ചേർക്കുമ്പോൾ ലച്ചു എന്ന് അവൻ വിളിച്ചു. അല്പം മുൻപ് കേട്ടതാണെങ്കിൽ പോലും ശ്രീയുടെ സ്വരം വീണ്ടും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. മോളുടെ സ്വരം താഴെ നിന്ന് വീണ്ടും ഉയർന്നു. അമ്മേ, ഒന്നിങ്ങോട്ട് ഓടി വന്നേ. ശ്രീ, മോള് വിളിക്കുന്നു. താഴെ ആരോ വന്നിട്ടുണ്ട്. എന്തേലും പറയാനുണ്ടെങ്കിൽ പിന്നെ വിളിക്കൂ. അത്രമാത്രം പറഞ്ഞ് ഫോൺ വെച്ച് ഞാൻ കോണിപ്പടികൾ ഓരോന്നിറങ്ങി താഴേക്ക് പോയി. എന്തിനാ മോളെ നീ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവുന്നത്? അതും പറഞ്ഞ് ഞാൻ നേരെ നോക്കിയത് ഹോളിലിരുന്ന അമ്മയുടെയും ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ മുഖത്തേക്കാണ്. കൺമുമ്പിൽ കണ്ടതൊന്നും വിശ്വസിക്കാനാവാത്ത വിധം ഞാൻ ആ കോണിപ്പടിയിൽ അങ്ങനെ നിന്നു. അമ്മ. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. 7.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കണ്ടുമുട്ടൽ. ഓടിച്ചെന്ന് അമ്മയുടെ മാറിലേക്ക് മുഖം ചേർക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. അമ്മയുടെ മാറിൽ നിന്ന് മുഖമടർത്തി ഞാൻ പതിയെ ചോദിച്ചു, അച്ഛൻ വരില്ലല്ലേ? ഇപ്പോഴും അച്ഛൻ എന്നോടുള്ള ദേഷ്യത്തിന് ഒരു കുറവുമില്ല അല്ലേമ്മേ? പുറത്തു നിൽപ്പുണ്ട്. അമ്മ അത് പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഓടി. ഉമ്മറപ്പടിയിൽ നിന്ന് വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുവാണ് അച്ഛൻ. അച്ഛാ. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വിളിക്കുമ്പോൾ എൻ്റെ സ്വരം അറിയാതെയെങ്കിലും ഒന്നിടറിയിരുന്നു. അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മുഖം താഴേക്ക് കുനിച്ച് ഒരു കള്ളിയെപ്പോലെ ഞാൻ നിന്നു. പതിയെ നിലത്തേക്കിരുന്ന് ആ കാൽപാദങ്ങളെ കെട്ടിപ്പിടിച്ച് എന്നോട് പൊറുക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുനീർ തുള്ളികൾ വരിവരിയായി അച്ഛൻ്റെ കാലിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ചെറു ചൂടോടെ തുള്ളി തുള്ളിയായി എന്തോ ഒന്നെൻ്റെ നെറുകയിൽ വീണപ്പോൾ താഴെ നിന്ന് മുഖമുയർത്തി ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. എൻ്റെ തോളിൽ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, 7.5 വർഷം വേണ്ടി വന്നു എനിക്കെൻ്റെ മോളോട് ക്ഷമിക്കാൻ. മോൾ അച്ഛനോട്. ബാക്കി പറയും മുൻപ് ഞാൻ അച്ഛൻ്റെ വാപ്പൊത്തി അച്ഛനോട് ചേർന്ന് നിന്നു. അതേ, അച്ഛനും മോളും സ്നേഹിച്ച് തീർന്നെങ്കിൽ ഒന്നകത്തേക്ക് കയറി വരൂ. എനിക്ക് കേക്ക് കട്ട് ചെയ്യണം. നന്ദൂട്ടിയുടെ ആ സംസാരത്തിൽ അച്ഛനെ ഞാനും ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറി. ഇതെവിടുന്നാ നന്ദൂട്ടി ഈ കേക്ക്? മാമൻ വാങ്ങി വന്നു. എന്തിനായിട്ടാ ഈ അധിക ചിലവൊക്കെ? അവളൊരു കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുവാ. അതൊന്നും ഒരു ചിലവല്ലെൻ്റെ ലച്ചുവേ. ഇവൾക്കല്ലാതെ വേറെ ആർക്ക് വാങ്ങി കൊടുക്കാനാ ഞങ്ങൾ? ഏട്ടനത് പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഏട്ടത്തിയമ്മയുടെ മുഖത്തേക്കാണ്. മക്കളില്ലാത്ത ആ വിഷമം. ഏട്ടത്തിയുടെ മുഖത്ത് നല്ലപോലെ അത് തെളിഞ്ഞു നിൽക്കുന്നു. നന്ദൂട്ടി കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യം അവൾ കൊടുത്തത് മുത്തശ്ശിക്കായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു അച്ഛനൊക്കെ പോകാൻ ഇറങ്ങിയത്. അച്ഛാ, ശ്രാവന്ത് അവനെപ്പറ്റി എന്തേലും? ബാംഗ്ലൂർ എവിടെയോ ഉണ്ട്. നിസ്സാരമായി അച്ഛനത് പറഞ്ഞു നിർത്തി. ആ, ജീവനോടെ ഉണ്ടല്ലോ, അത് മതി. ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു. എൻ്റെ ഏറ്റവും ഇളയ അനിയൻ, 22-ാം വയസ്സിലെ പ്രണയം. വീട്ടിലെറിഞ്ഞപ്പോൾ അന്നവനെ അച്ഛൻ ഒരുപാട് തല്ലി. അമ്മയുടെ കണ്ണുനീരിനെ പോലും വകവയ്ക്കാതെ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അന്നു തൊട്ട് അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പക്ഷെ ആരും അറിയാതെ അമ്മയെ അവൻ വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മയിൽ നിന്നായിരുന്നു അവൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ലച്ചു, ഇത് എന്തോർത്ത് നിൽക്കുക? ഒന്നുമില്ല അച്ഛാ. നാളെ തന്നെ വീട് പൂട്ടിയിട്ട് മോളെയും കൂട്ടി നീ ഇല്ലത്തേക്ക് വരണം. ഇനി അവിടെ താമസിച്ചാൽ മതി, രണ്ടാളും. വേണ്ടച്ചാ. അച്ഛൻ ആദ്യം ശ്രാവന്തിനെ തിരികെ വിളിക്ക്. ആൺമക്കളെ പടിയടിച്ച് പുറത്താക്കിയിട്ട് എന്തിനാണ് മകൾക്കൊരു സ്ഥാനം? എന്നേലും എൻ്റെ ശ്രീകുട്ടൻ ആ വീട്ടിൽ വരട്ടെ. അന്ന് ഞാനുണ്ടാവും ആ വീട്ടുമുറ്റത്ത്. അത്രയും പറഞ്ഞെന്ന് ഞാൻ നെടുവീർപ്പെട്ടു. അവരെല്ലാവരും യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. ഞാൻ ഓരോന്നൊക്കെ ഓർത്ത് മുറ്റത്ത് തന്നെ നിന്നു. അമ്മ അകത്തേക്ക് വരുന്നില്ലേ? ഞാൻ വരുവാ. നന്ദു, നീ ചെന്ന് ആ ഉടുപ്പൊന്ന് മാറിയിട്ടെ.
കൊണ്ട് ചുരുട്ടുകൂട്ടിയിടാതെ അത് വിരിച്ചിടണം കേട്ടോ. പിന്നെയും എന്തൊക്കെയോ ഓർത്ത് ഞാൻ ആ മുറ്റത്ത് തന്നെ നിന്നു. എല്ലാവരും കഴിച്ച പാത്രങ്ങൾ ഓരോന്നും ഡൈനിങ് ടേബിളിൽ നിന്ന് അടുക്കളയിലേക്ക് എടുത്തു വെച്ച് അതൊക്കെ കഴുകി ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മുറിയിലേക്ക് പോയത്. നന്ദു, നീ എന്തെടുക്കും അവിടെ? അമ്മ, എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്, ചെയ്തിട്ട് ഞാൻ വന്ന് കിടന്നോളാം. അമ്മ കിടന്നോ? ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ഞാനൊരു ചീപ്പെടുത്ത് മുടിച്ചീവി കണ്ണാടിക്ക് മുന്നിലേക്ക് വന്ന് നിന്നു. കണ്ണാടിയിലൂടെയാണ് ഞാൻ വീണ്ടും കണ്ടത് കട്ടിലിൽ നിവർന്നു കിടക്കുന്ന പീച്ചും ബ്ലൂവും ഇടകലർന്നിയ സാരി. വെറുതെ അതെടുത്ത് ഞാൻ എൻ്റെ ദേഹത്തോടൊന്ന് ചേർത്ത് വെച്ചു. നല്ല ചേർച്ചയുണ്ട്, ഞാൻ മനസ്സിൽ പറഞ്ഞു. അല്ലേലും എനിക്ക് ചേരുന്നതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് ശ്രീക്കാണല്ലോ. പണ്ട് ശ്രീയോട് പ്രണയത്തിലായിരുന്ന സമയത്ത് പോലും ശ്രീ തരുന്ന ഗിഫ്റ്റുകളെല്ലാം ബ്ലൂവും പീച്ചും ചേർന്ന എന്തെങ്കിലും ആകും. ശ്രീയുടെ കൂടെ കൂടിയ ശേഷമാണ് ഞാനും ഈ കളറുകളെയൊക്കെ സ്നേഹിച്ചു തുടങ്ങിയത്. അടിപൊളി. പിന്നിൽ നിന്നും നന്ദമോളത് പറഞ്ഞപ്പോഴാണ് ശ്രീയെക്കുറിച്ചുള്ള പണ്ടത്തെ ഓർമ്മകളിൽ നിന്ന് ഞാൻ മുക്തിയായത്. അമ്മയ്ക്കിത് നന്നായി ചേരുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെ അശ്വതി ആൻറ്റിയുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. എന്താ അശ്വതി? അശ്വതി ആൻറ്റി, അച്ഛൻ ഈ സാരി സെലക്ട് ചെയ്തപ്പോൾ ആൻറ്റി പറഞ്ഞിരുന്നു അമ്മയ്ക്കിത് നന്നായി ചേരുമെന്ന്. അപ്പോൾ അശ്വതിയും നിങ്ങൾക്കൊപ്പം ഡ്രസ്സ് എടുക്കാൻ വന്നോ? വന്നൂലോ. മോള് കിടന്നു, നാളെ സ്കൂളിലേക്ക് പോകണ്ടേ? ഉറങ്ങിത്തിടങ്ങിയ മോൾക്ക് മീതെ ബെഡ്ഷീറ്റ് പാതി പുതപ്പിച്ചിട്ട് മുറിയിലെ ലൈറ്റ് അണച്ച് ഓരോന്നോർത്തങ്ങനെ ഞാൻ ആ ഇരുട്ടത്തിരുന്നു. മുറിയിലിരുന്നിട്ടും ഒരു സമാധാനം കിട്ടാതായപ്പോൾ ഞാൻ ഫോണുമെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെ ചൂരൽ ഊഞ്ഞാലിലേക്ക് ഞാൻ മെല്ലെ ഇരുന്നു. എങ്ങു നിന്നോ പാരിജാതം പൂത്ത മണം ഇളങ്കാറ്റിൽ ഒഴുകിയെത്തി. വീശിയടിക്കുന്ന ഇളങ്കാറ്റിന് പോലും ഒരു പ്രത്യേക സുഖമുള്ളതുപോലെ എനിക്ക് തോന്നി. മുറ്റത്താകമാനം നിലാവെളിച്ച് ഒഴുകി പടർന്നു. പെട്ടെന്നാണ് എൻ്റെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചത്. ശ്രീയാണതെന്ന് എനിക്ക് പൂർണ്ണ ബോധമുണ്ടായിരുന്നു. ഇന്നേലും ശ്രീയോട് ചോദിക്കണം അശ്വതിയെപ്പറ്റി. അത് മനസ്സിലോർത്ത് തന്നെ ഞാൻ ഫോണെടുത്തു. ഹലോ ലച്ചു. സാരി ഇഷ്ടായോ? ഞാൻ ഒന്നും മിണ്ടാതെ മൗനമായി നിന്നു. ലച്ചു, എനിക്ക് നിന്നെ വേണം, നമ്മുടെ മോളെ വേണം, നമ്മുടെ ആ പഴയ ജീവിതം വേണം. നീയില്ലാതെ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ പഞ്ചാര വാക്കുകളിൽ മയങ്ങി വീഴാൻ ഞാനിന്ന് പണ്ടത്തെ ആ പൊട്ടിപ്പെണ്ണല്ല. ഇത്രയും പറഞ്ഞൊപ്പിക്കുമ്പോൾ തന്നെ എൻ്റെ ശബ്ദം വല്ലാതെ വിറച്ചുപോയി. നീ എന്തൊക്കെയാ പറയുന്നത്? ബാക്കി പറയാൻ നാവ് ഉയർത്തി മുന്നേ കണ്ണുകൾ പെയ്തു തുടങ്ങി. ചോദിക്കാൻ തുടങ്ങിയ കാര്യം പാതി വഴിയിൽ നിർത്തി ഞാൻ ആ കോൾ കട്ട് ചെയ്തു. ബാൽക്കണിയിലേക്കുള്ള വാതിലടച്ച് ഫോൺ മേശമേൽ വെച്ച് ഞാൻ മോൾക്കരികിലേക്ക് ചേർന്ന് കിടന്നു. അപ്പോഴും എൻ്റെ ചിന്ത ശ്രീക്ക് എങ്ങനെ എന്നെ ഇത്ര സമർത്ഥമായി പറ്റിക്കാൻ കഴിയുന്നുവെന്നാണ്. അതുമാത്രം ഓർത്തു കിടന്ന് ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി. മാസങ്ങൾ ഓരോന്നും കാലചക്രത്തിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ടേയിരുന്നു. ഡ്യൂട്ടി ടൈമിൽ ഫോണടിച്ചപ്പോൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് തിരികെ എത്തിയിട്ടാണ് ആ കാര്യം ഓർത്തത്. ഫോണിൽ 7 മിസ് കോൾ, എല്ലാം നന്ദുമോളുടെ മിസ്. ഹലോ ദേവി മിസ്. അതെ, ഞാൻ ശ്രീനന്ദ ശ്രീഹരിയുടെ മദറായിരുന്നു. ആ, ഡോക്ടർ അത്യാവശ്യമായിട്ട് സ്കൂളിലേക്കൊന്ന് വരണം. എന്താ മിസ്, മോൾക്ക് എന്തെങ്കിലും? എൻ്റെ ഹൃദയമിടിപ്പ് വല്ലാണ്ട് ഉയർന്നു. ഏയ്, ഡോക്ടർ പേടിക്കാനൊന്നുമില്ല, അവൾ മച്ചുവേർഡായി. ഡോക്ടർ വരുമ്പോൾ മോൾക്ക് മാറിയിടാൻ ഒരു ഡ്രസ്സ് കൂടി കൊണ്ടുവരണം. എന്നുള്ളിൽ തിരുതല്ലിയ സന്തോഷത്തിനപ്പോൾ അതിരുകളില്ലായിരുന്നു. ഒരമ്മയെന്ന പദവിയിൽ ഞാൻ ഏറെ സന്തോഷിച്ച നിമിഷം. എൻ്റെ മോളൊരു വലിയ കുട്ടിയായിരിക്കുന്നു, കാലമത് തെളിയിച്ചിരിക്കുന്നു. ധൃതിയിൽ ഫോൺ വെച്ച് ഹോസ്പിറ്റലിൽ ലീവും പറഞ്ഞ് ഞാൻ നേരെ പോയത് മോളുടെ അടുത്തേക്കാണ്. പോകും വഴി മോൾക്ക് മാറിയിടാൻ ഡ്രസ്സും വാങ്ങി. സ്കൂളിലെത്തി ഞാൻ നേരെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. അതിനടുത്തുള്ള റെസ്റ്റ് റൂമിൽ മോളുണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ മോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ പതിയെ മോളുടെ നെറ്റിയിലും മുടിയിഴയിലുമെല്ലാം തലോടി കൊടുത്തു. പേടിക്കണ്ടാട്ടോ, അമ്മയുടെ മോള് വലിയ കുട്ടിയായി, കരയുണ്ടെന്നേ,
ഞാൻ ഒരുവിധം മോളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഡ്രസ്സും മാറ്റി സ്കൂളിൽ നിന്നിറങ്ങി. വീട്ടിലേക്ക് പോകും വഴി മോൾക്ക് ആവശ്യമുള്ള പാടും പലഹാരങ്ങളും എല്ലാം വാങ്ങി. വീട്ടിൽ വന്ന് മോളെ കുളിപ്പിച്ച് ഡ്രസ്സെല്ലാം മാറ്റി മോളോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ. അപ്പോഴാണ് മോള് താഴേക്ക് വന്നത്. അമ്മ, ഇന്ന് അച്ഛനൊപ്പം പോവണ്ടേ? മോളത് ചോദിച്ചപ്പോഴാണ് ഞാനും അത് ഓർത്തത്. മോള് പോയി അമ്മയുടെ ഫോണിങ് എടുത്തിട്ട് വാ. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞേക്കാം മോളിന്ന് വരുന്നില്ലെന്ന്. അവൾ പോയി ഫോൺ എടുത്തിട്ട് വന്നു. കുറേ തവണ വിളിച്ചിട്ടും ശ്രീ ഫോൺ എടുക്കുന്നില്ല. അച്ഛനിപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും മോളെയും കാത്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അമ്മ പോയി അച്ഛനോട് പറഞ്ഞിട്ട് വാ ഇന്ന് ഞാൻ വരുന്നില്ലെന്ന്. ഓ, അതൊന്നും വേണ്ട മോളൂ. വേണോ അമ്മ? ഇല്ലെങ്കിൽ അച്ഛൻ അത്രയും നേരം വെയിറ്റ് ചെയ്ത് സമയം കളയും. അമ്മ പോ, എൻ്റെ ചക്കര അമ്മയല്ലേ. ഓ, മതി മതി, അധികം സോപ്പിംഗ് ഒന്നും വേണ്ട. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാനൊന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പൊയ്ക്കോളാം. പിന്നെ? ഓ, എന്താ മോളെ? അമ്മ, അച്ഛൻ അന്ന് വാങ്ങിത്തന്ന സാരി ഉടുത്തിട്ട് പോവോ? അമ്മ അതിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചതല്ലേ? പ്ലീസ്, നല്ല അമ്മയല്ലേ. ഒടുവിൽ മോളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ സാരി ഉടുത്തു. അവൾ എന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. എനിക്ക് നേരെ സിന്ദൂരച്ചപ്പ് നീട്ടി. ഞാൻ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്തു. എൻ്റെ നെറുകയിലൊരു കുറി വരച്ചു. വിരിച്ചിട്ടിരുന്ന പ്ലേറ്റിനിടയിൽ ഒളിപ്പിച്ചു വെച്ച എൻ്റെ താലിയെടുത്ത് മോള് സാരിക്ക് പുറത്തേക്കിട്ടു. അമ്മയെ ഇപ്പം കണ്ട ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ തോന്നും. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. ശരിയാണ്, മുഖത്തിന് എന്തൊക്കെയോ പ്രത്യേകതകൾ. മോളെ മോളെ മഞ്ജു ചേച്ചിയെ ഏൽപ്പിച്ച് ഞാൻ ശ്രീയുടെ അടുത്തേക്ക് തിരിച്ചു. മരച്ചുവട്ടിൽ എന്നേക്കാളും മുൻപേ ശ്രീ എത്തി. കാറ് നിർത്തി ഞാൻ ഇറങ്ങി. മെല്ലെ ശ്രീക്ക് അടുത്തേക്ക് വന്നു. ശ്രീ എന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. നന്ദമോൾ എവിടെ? ശ്രീ, മോൾക്ക് എന്താ ലച്ചു? ഇല്ല ശ്രീ, മോള് മച്ചുവേർഡായി. അവളൊരു വലിയ പെണ്ണായെന്ന് കാലം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വിശ്വസിക്കാനാവാത്ത വിധം പുഞ്ചിരി തൂക്കിക്കൊണ്ട് ശ്രീ എന്നെ നോക്കി. ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. ശ്രീയുടെ ഫോണിൽ വിളിച്ചിട്ടെടുത്തില്ല, അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. ഫോൺ സൈലന്റ് മോഡിലായിരുന്നു, അതാ. ശരി, പോയേക്കോ ഞാൻ. ഈ സാരി നന്നായിട്ടുണ്ട്, തനിക്ക് ചേരുന്നുണ്ട്. തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഞാൻ ശ്രീയെ നോക്കി താങ്ക്സ് പറഞ്ഞു. ലച്ചു, ഒരു നിമിഷം. എന്താ? വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നന്ദമോൾക്ക് വേണ്ടിയെങ്കിലും നമുക്കൊന്നായിക്കൂടെ? നിനക്കെൻ്റെ പഴയ ലച്ചു ആയിക്കൂടെ? ആ, പഴയ ലച്ചു. ആ ലച്ചു എന്നേക്കുമായി മരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നന്ദമോളുടെ അമ്മ മാത്രമാണ്. ലച്ചു, ശബ്ദമുയർത്തണ്ട. ശ്രീ, നിങ്ങൾ എൻ്റെ ഉള്ളിൽ പടർന്നു കയറിയ ഒരു ആൽമരമായിരുന്നു. എത്ര തവണ ഞാൻ മുറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും വേരിൽ നിന്ന് പൊട്ടിക്കിളറും. അതുപോലെ തന്നെയാണ് നിങ്ങളോടുള്ള എൻ്റെ പ്രണയം. എത്ര തവണ മറക്കാൻ ശ്രമിച്ചാലും വെറുക്കാൻ ശ്രമിച്ചാലും എനിക്കതിന് കഴിയില്ല. കാരണം നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ വിത്തുകൾ ഞാൻ പാകിയത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ്. എൻ്റെ മരണം കൊണ്ട് മാത്രമേ അതിനൊരവസാനമുള്ളൂ. ദയവീത് ശ്രീ എന്നെ ഇനി ശല്യം ചെയ്യരുത്, പ്ലീസ്. ലച്ചു, ചതിയനാ നിങ്ങൾ, ചതിയൻ. അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? അതും ചോദിച്ചുകൊണ്ട് ശ്രീ എൻ്റെ വലക്കൈയിൽ കയറി പിടിച്ചു. വിട് ശ്രീ. ഇല്ല, എൻ്റെ കൈ വിടാൻ. ഇടങ്കൈ കൊണ്ട് നെറ്റിത്തടത്തിലെ സിന്ദൂരം അയച്ച് ആ താലി ഊരി ശ്രീയുടെ നേർക്ക് നീട്ടുമ്പോൾ ഇതാണ് നമ്മൾ തമ്മിലുള്ള അവസാന ബന്ധം. അതും ഇവിടെ തീർന്നിരിക്കുന്നു. ഞാനിത് പറഞ്ഞു നിർത്തിയതും ശ്രീയുടെ വലങ്കൈ എൻ്റെ ഇടംകവിളിലേക്ക് പതിച്ചതും ഒന്നിച്ചാണ്. ഒരു നിമിഷം ചുറ്റിലും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ഞാൻ നിന്നുപോയി. കാരണം അത്രയ്ക്കുണ്ടായിരുന്നു ആ അടിയുടെ തീവ്രത. കവിൾത്തടത്തിലേക്ക് കൈ ചേർത്തപ്പോൾ പുകയും പോലെ എനിക്ക് തോന്നി. നിറഞ്ഞു വന്ന കണ്ണിൽ നിന്നും അല്പം ചൂടുള്ള കണ്ണുനീർ ഒഴുകി ഇറങ്ങിയപ്പോൾ കവിൾത്തടം നീർന്നതുപോലെ എനിക്ക് തോന്നി. ഒന്നും മിണ്ടാതെ ഒരു ശില കണക്കി ഞാൻ നിന്നു. പെട്ടെന്ന് ശ്രീ എൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ കവിളിലേക്ക്
പതിയെ വിരൽ ചേർത്തു. ലച്ചു, സോറി മോളെ. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ അറിയാതെ ഞാൻ. ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് കണ്ണുനട്ട് ഞാൻ നിന്നു. നീ പെട്ടെന്ന് താലി ഊരിയപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയ വാചകങ്ങളൊന്നും പൂർത്തിയാക്കാനാവാതെ ശ്രീ വാക്കുകൾക്ക് വേണ്ടി പരതി. ഇനിയേലും നീയും മോളും എനിക്കൊപ്പം വേണം. 7.5 വർഷങ്ങൾ, 7.5 നൂറ്റാണ്ടുകൾ പോലെയാണ് ഞാൻ തള്ളി നീക്കിയത്. നീയും മോളും എൻ്റെ കൂടെ ഇല്ലാതെ എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. അഭിനയം നന്നാവുന്നുണ്ട് മിസ്റ്റർ ശ്രീഹരി. ലക്ഷ്മി, ശബ്ദം ഉയർത്തണ്ട. നിങ്ങൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന കോമാളി നാടകത്തിലെ ഏത് വേഷമാണ് ഞാനിനി ആടിത്തീർക്കേണ്ടത്? നിങ്ങളുടെ ഭാര്യയുടെയോ, അതോ നിങ്ങളുടെ മോളുടെ അമ്മയുടെയോ, അതോ നിങ്ങളുടെ... ലച്ചു, പ്ലീസ് ഒന്ന് നിർത്ത് നിന്റെ ഈ വാചക കസർത്ത്. ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഒന്നും അറിയില്ലല്ലേ? ഭർത്താവിനൊപ്പം മറ്റൊരു പെൺകുട്ടിയെ അരുതാത്ത സാഹചര്യത്തിൽ കണ്ടാൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചു നിൽക്കാൻ മാധവക്കുട്ടി കഥകളിലെ സർവം സഹായ സ്ത്രീയല്ല ഞാൻ. വികാരവും വിചാരവും അതിനേക്കാൾ ഉപരി എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സാധാരണ സ്ത്രീയാണ് ഞാൻ. അതിനിപ്പോൾ നമുക്കിടയിൽ അങ്ങനെ എന്തു പ്രശ്നമാണ് ഉണ്ടായത്? ഓർക്കുന്നില്ലേ ഒന്നും? ഒരു 7 വർഷം പിന്നോട്ട് ചിന്തിക്ക്. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ട്. എന്താ എന്താ നിങ്ങളും അശ്വതിയും തമ്മിലുള്ള ബന്ധം? ശ്രീയുടെ മുഖം ഒന്ന് വല്ലാതാകുന്നത് കണ്ടപ്പോൾ ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി. പറയ് ശ്രീ, ഞാൻ അറിയാത്ത എന്തു ബന്ധമാ നിങ്ങൾ തമ്മിൽ? നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നിങ്ങളുടെ മാറിൽ ചേർന്ന് നിന്ന് കരയുന്ന അശ്വതിയെ കണ്ടപ്പോൾ ഇല്ലാണ്ടായിപ്പോയത് എനിക്ക് നിങ്ങളുള്ള വിശ്വാസവും നമ്മൾ സ്വപ്നം കണ്ട ആ നല്ല ജീവിതവുമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാത്തത് എന്താണെന്നോ? ഞാൻ അതിനേക്കാളേറെ നിങ്ങളെ സ്നേഹിച്ചു പോയി. അല്ല, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഇതൊന്നും നിങ്ങളോട് ചോദിക്കണമെന്നോർത്തതല്ല. നിങ്ങളോട് അതേപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് മുൻപിൽ ഒരു ഉത്തരമില്ലാതെ തല താഴ്ത്തി കള്ളനെ പോലെ നിൽക്കുന്ന ശ്രീയുടെ മുഖം കാണാനുള്ള ശേഷി അതില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഞാൻ പോവാ ശ്രീ. എൻ്റെ ചോദ്യങ്ങളെല്ലാം തീർന്നു. ഇപ്പോൾ മനസ്സിൽ കുറച്ച് ഭാരക്കുറവുണ്ട്. 7.5 വർഷങ്ങൾ എൻ്റെ ഉള്ളിൽ മാത്രമായി ഇരുന്ന് വിങ്ങിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാനിന്ന് കൂടി തുറന്നു വിട്ടിരിക്കുന്നു. ഈ രാത്രിയെങ്കിലും എനിക്കൊന്ന് സമാധാനത്തോടെ ഉറങ്ങണം. അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. ചോദ്യങ്ങൾക്കൊന്നുമുള്ള ഉത്തരങ്ങൾ തനിക്ക് വേണ്ടേ? ഞാൻ ഞെട്ടിത്തിരിഞ്ഞ് ശ്രീയെ നോക്കി. എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടിട്ട് പോകൂ. ഞാൻ ശ്രീയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നമുക്കൊന്ന് നടക്കാം. ഒന്നും മിണ്ടാതെ ഞാൻ ശ്രീക്കൊപ്പം നടന്നു. ശ്രീ പറഞ്ഞു തുടങ്ങി. എന്നെ പരിചയപ്പെടുമ്പോൾ ബാലചന്ദ്രൻ മാഷിൻ്റെ മകൻ ജൂനിയർ ഡോക്ടർ ശ്രീഹരി എന്നതല്ലാതെ നിനക്കെന്നെപ്പറ്റി വേറെന്തൊക്കെ അറിയാമായിരുന്നു? ഒന്നും അറിയില്ലായിരുന്നു. നിനക്കൊന്നും അറിയില്ല. ഇരുട്ടിൻ്റെ മറവിൽ എൻ്റെ അമ്മയ്ക്കാരോ നൽകിയ സമ്മാനമാണ് ഞാനെന്ന് നിനക്കറിയാമോ? 7 വയസ്സുവരെ തെരുവിൽ വളർന്ന ഏതോ ഒരു ബാല്യം. അമ്മ മരിച്ചപ്പോൾ 7ാമത്തെ വയസ്സിൽ ആരൊക്കെയോ ചേർന്ന് ദേവമാത ഓർഫനേജിൽ കൊണ്ടെത്തിച്ചു. അവിടെ എൻ്റെ വിരലിൽ തൂങ്ങി ആദ്യമായി ചുവടുവെച്ച് തുടങ്ങിയ ഒരു അശ്വതി ഉണ്ടായിരുന്നു, എൻ്റെ അച്ചൂട്ടി. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം അവൾ നിന്നു. ശ്രീ, 7ാം വയസ്സിൽ എൻ്റെ രക്തമല്ലാഞ്ഞിട്ട് കൂടെ എൻ വിരലിൽ തൂങ്ങി നടന്ന എൻ്റെ കുഞ്ഞു പെങ്ങൾ. വിവാഹം കഴിക്കാത്ത ബാലമാഷിന് തലമുറ നിലനിർത്താൻ ഒരാൺകുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ 10ാമത്തെ വയസ്സിൽ എനിക്കൊരച്ഛനുണ്ടായി. 4ാം വയസ്സിൽ അശ്വതിയെ വിട്ടുപിരിഞ്ഞ് ബാലമാഷിനൊപ്പം സ്ഥലം മാറി ഞാൻ പോന്നു. പിന്നീടിടയ്ക്കൊക്കെ ദേവമാത ഓർഫനേജിൽ ഞാൻ എത്തും, എൻ്റെ രക്തത്തിൽ പിറക്കാത്ത എൻ്റെ കുഞ്ഞു പെങ്ങളെ കാണാൻ. വർഷങ്ങൾക്കിപ്പുറം വലിയൊരു ആൺകുട്ടിയായപ്പോൾ MBBSന് പഠിക്കാൻ ചേർന്നപ്പോൾ ദേവമാത ഓർഫനേജിനെയും എൻ്റെ കുഞ്ഞു പെങ്ങളെയും എനിക്ക് നഷ്ടമായി. തിരക്കുകൾക്കൊടുവിൽ അങ്ങോട്ടേക്കൊന്നും ഓടിയെത്താൻ എനിക്ക് സാധിച്ചില്ല. പഴയതിനെയൊക്കെ പതിയെ മറന്ന് ഞാനും മുന്നോട്ട് പോയി തുടങ്ങി. ഞാൻ ജോലിക്ക് കയറിയ ആദ്യ വർഷം എനിക്ക് മുമ്പിലേക്ക് അബോഷന് വേണ്ടി വന്ന പെൺകുട്ടി അശ്വതി. ഒരു ഞെട്ടലോടെ അവളെ
ഞാൻ വീണ്ടും തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയിരുന്നു. വിവാഹം കഴിക്കാതെ തന്നെ അവൾക്കുള്ളിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ആരാണ് അതിനുത്തരവാദിയെന്ന് ചോദിച്ചപ്പോൾ കുറേ നേരത്തെ കരച്ചിലിനൊടുവിൽ അവളൊരു പേര് പറഞ്ഞു. ശ്രാവൺ. തെളിച്ചു പറഞ്ഞ നിന്റെ ശ്രീകുട്ടൻ. എൻ്റെ കാതുകളിൽ സ്ത്രീ പറഞ്ഞ വാക്കുകൾ ഓരോന്നും മുഴങ്ങി നിൽക്കുന്നു. വിശ്വസിക്കണം ലക്ഷ്മി, വിശ്വസിച്ചേ പറ്റൂ. ശ്രാവണിൻ്റെ പഴയൊരു ഫോട്ടോ മാത്രമായിരുന്നു അശ്വതിയുടെ പക്കലുണ്ടായത്. അവൾ പറഞ്ഞ ശ്രാവൺ നിന്റെ നാട് വിട്ടുപോയ അനിയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിലെ ആൽബം കാണിച്ചില്ലേ, അന്നാണ് എൻ്റെ അച്ചുവിനെ ചതിച്ച ശ്രാവൺ നിന്റെ അനിയനാണെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല ശ്രീ, എൻ്റെ ശ്രീകുട്ടൻ ഒരിക്കലും അവനങ്ങനെയൊന്നും ചെയ്യില്ല. ഇതാണ് ലക്ഷ്മി സത്യം. നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. ശ്രീ, എൻ്റെ ശ്രീകുട്ടൻ അവൻ നാട് വിട്ടതല്ല. അച്ഛൻ അവനെ തല്ലി ഓടിച്ചതാ. അവനൊരു പ്രണയമുണ്ട്, വിവാഹം കഴിക്കണമെന്നൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലിട്ട് അച്ഛൻ അവനെ ഒരുപാട് തല്ലി. അതിൻ്റെ നാണക്കേടും വിഷമവും സഹിക്കാൻ വയ്യാതെ എൻ്റെ ശ്രീകുട്ടൻ ആരോടും പറയാതെ ആ രാത്രി നാട് വിട്ടത്. ശ്രീകുട്ടൻ്റെ ആ പ്രണയം അത് അശ്വതിയായിരുന്നു. അവൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും എൻ്റെ അശ്വതിയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നടന്നുകൊണ്ടിരുന്ന മണൽപ്പരപ്പിൽ ഞാൻ പൊട്ടുകുത്തിയിരുന്ന് മുഖം പൊത്തി കരഞ്ഞുപോയി. ശ്രീ എന്നെ തോളിപ്പിടിച്ചെഴുന്നേൽപ്പിച്ചു. അശ്വതി കുഞ്ഞ്. അവൾ എന്നെ കാണാൻ വരുമ്പോൾ ആ കുഞ്ഞിന് 4 മാസം വളർച്ചയെത്തി. അബോർഷൻ നടന്നില്ല. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന് പേരും ഇട്ടു ശ്രാവന്ത്. എന്നിട്ട് കുഞ്ഞിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അതിനുള്ള പണത്തിനു വേണ്ടി അശ്വതി എന്നെ കാണാൻ വന്നു. ഒരുപക്ഷെ അന്നായിരിക്കും നീ ഞങ്ങളെ കണ്ടത്. ഒന്നും മിണ്ടാതെ ഞാൻ നിന്നു. ശ്രീ എന്നെ തട്ടി വിളിച്ചു. ലച്ചു, ഇതൊന്നും എന്താ ശ്രീ എന്നോട് പറയാഞ്ഞത്? ആരുമില്ലാതെ തെരുവിൽ ആരോ പിഴിച്ചുപറ്റൊരു സന്തതിയാണ് ഞാനെന്ന് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിട്ട് നീ പോകുമോ എന്നൊരു ഭയം. ആരോരും ഇല്ലാത്തതിനോടുള്ളത് ഒരു സഹതാപമല്ലേ? അതെല്ലാം ഞാൻ ഭയന്നു. പിന്നെ ഇനി എന്തോ ശ്രീ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഞാൻ ആ വായ പൊത്തി. വേണ്ട ശ്രീ, ശ്രീക്ക് ഞാനുണ്ട്, നമ്മുടെ മോളുണ്ട്. ശ്രീ ഒരു അനാഥയല്ല. ഇനി കൂടുതലൊന്നും എനിക്കറിയണ്ട ശ്രീ, എന്നോടൊന്നും പറയണ്ട. കഥ അറിയാതെയാണെങ്കിലും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു, അകറ്റി നിർത്തി. ശ്രീ എന്നോട് ക്ഷമിക്കില്ലേ? അതും പറഞ്ഞ് ഞാൻ ശ്രീയുടെ കാലിലേക്ക് വീണു. ലച്ചു, നിനക്കെന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ശ്രീ എന്നോടായി ചോദിച്ചു. ഞാൻ പോലും അറിയാതെ എൻ്റെ ചുണ്ടുകൾ അതിനുള്ള ഉത്തരം മന്ത്രിച്ചു. ഇല്ല. ഇരു കൈകൾ കൊണ്ടും ഞാൻ ശ്രീയെ ഇറുക്കി പുണർന്നു. ശ്രീ എന്നോട് വീണ്ടും ചോദിച്ചു, ഇനി നിനക്കെന്നെപ്പറ്റി എന്തെങ്കിലും സംശയമോ ദേഷ്യമോ ഉണ്ടോയെന്ന്. അതിനുള്ള മറുപടിയായി ഞാൻ ശ്രീയിൽ നിന്ന് അടർന്നു മാറി എൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുള്ള താലി ശ്രീക്ക് നേരെ നീട്ടി. ശ്രീ അതെൻ്റെ കഴുത്തിലേക്ക് ഒന്നുകൂടി അണിയിച്ചു. കണ്ണുകൾ ഇറുക്കിയടിച്ച് ഞാൻ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചു. പോവാ ശ്രീ, മോളെ ഞാൻ അടുത്തുള്ള വീട്ടിൽ ഏൽപ്പിച്ചിട്ടാ വന്നത്. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ശ്രീയോട് ഞാൻ ചോദിച്ചു, ശ്രീ നമ്മുടെ മോളെ കാണാൻ വരുന്നോ? ശ്രീ ഒന്ന് പുഞ്ചിരിച്ചു. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ എൻ്റെ കാറിന് തൊട്ടു പിന്നാലെ ശ്രീയുടെ കാറും ഉണ്ടായിരുന്നു. വീട്ടിലെത്തി മഞ്ജു ചേച്ചി വന്ന് വാതി തുറന്നു. അടികൊണ്ട് കവള് ഞാൻ മറച്ചു വയ്ക്കാൻ പരമാവധി ശ്രമിച്ചു. മോളെവിടെ ചേച്ചി? മുകളിലുണ്ട്, കിടക്കുക. എങ്കിൽ ചേച്ചി പോയിക്കോളൂ. മഞ്ജു ചേച്ചി പുറത്തേക്ക് പോയി. ഞാൻ വാതിലടച്ചു. ശ്രീ വാ, മോള് മുകളിലാ, അങ്ങോട്ട് പോകാം. അതും പറഞ്ഞ് സ്റ്റെയർ കയറി. ശ്രീ എന്നെ പിന്നിലൂടെ വലിച്ച് നെഞ്ചോരം ചേർത്തു. ശ്രീയുടെ ചൂട് നിശ്വാസം ഇപ്പോൾ എൻ്റെ കഴുത്തിനെയും കാതിനെയും പുൽകുന്നുണ്ടായിരുന്നു. ശ്രീ എന്നെ ചേർത്ത് പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. ഫ്രിഡ്ജിൻ്റെ അരികിൽ എന്നെ നിർത്തി. പതിയെ ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നും ഐസ് എടുത്തു. കരിനീലിച്ച് കിടന്ന എൻ്റെ കവളിലെ വിരൽപ്പാടിലേക്ക് ശ്രീ ഐസ് കെട്ട് ചേർത്തു. ഒരിക്കലും
ഒന്ന് നുള്ളിപ്പോലും വേദനിപ്പിക്കരുതെന്ന് ഓർത്താണ്. പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും തല്ലില്ല കേട്ടോ. വേദനിച്ചോ? അതിനുള്ള മറുപടിയായി ഞാനൊന്ന് തലകുലുക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും 3-4 തുള്ളി കണ്ണുനീർ എൻ്റെ കവിൾത്തടത്തിലേക്ക് അടർന്നു വീണു. ഐസ് ക്യൂബിൽ നിന്നും പറ്റിച്ചേർന്ന വെള്ളത്തുള്ളികൾക്കൊപ്പം എൻ്റെ കണ്ണുനീർ നിറഞ്ഞൊഴുകി. ആ കണ്ണുനീർ തുള്ളികളെ ശ്രീ ചുണ്ടിച്ചേർത്ത് ഒപ്പിയെടുക്കുമ്പോൾ ഞാൻ ശ്രീയെ വട്ടം ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഞാൻ വീണ്ടും ശ്രീയുടെ ആ പഴയ ലച്ചുവായി മാറി. 7.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പ്രണയിച്ചു തുടങ്ങി. എപ്പോഴൊക്കെയോ എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് പലപ്പോഴും ശ്രീയെ ആഗ്രഹിച്ചിരുന്നു. ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോയിരുന്നു. ശ്രീയെ തള്ളി മാറ്റി ശ്രീയിൽ നിന്ന് ഞാൻ അടർന്നു മാറുമ്പോൾ ആ കണ്ണിൽ തെളിഞ്ഞു വന്ന ഭാവം അതെന്നെ വീണ്ടും ശ്രീയിലേക്ക് വലിച്ചടുപ്പിക്കും പോലെ തോന്നി. ബാ, മോളെ കാണാം. അതും പറഞ്ഞ് ശ്രീയുടെ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് മുകളിലേക്ക് നടന്നു. മോളുടെ മുറിയിലേക്ക് ആദ്യം കയറിയത് ഞാനാണ്. കട്ടിലിൽ കണ്ണുകൾ ഇറുക്കിയടിച്ച് കിടക്കുകയാണവൾ. മോളു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. വയ്യേ, വയറ് വേദനിക്കുന്നമ്മേ. അത് പറയുമ്പോൾ അവളുടെ മുഖം വല്ലാണ്ടായി. സാരില്ലടാ, വാട്ടർ ബാഗ് തരാം. അച്ഛാ. മുറിക്ക് പുറത്തുനിന്ന് ശ്രീയെ മോൾ അപ്പോഴാണ് കണ്ടത്. വേദനയാണെന്ന് പറഞ്ഞ് കട്ടിലിൽ ചടഞ്ഞു കൂടിയിരുന്നവൾ ചാടിത്തുള്ളി ശ്രീയുടെ അരികിലേക്ക് വന്നു. അച്ഛൻ എപ്പോഴാ വന്നേ? അച്ഛനെ ഇന്ന് ഞാൻ എങ്ങോട്ടും വിടില്ല. അച്ഛൻ ഇനി എന്നും നമുക്കൊപ്പം കാണും നന്തൂട്ടി. നീ ഇവിടെ വന്ന് അടങ്ങിക്കിടന്നേ. വയറുവേദനയാണെന്ന് പറഞ്ഞതല്ലേ? എനിക്കൊരു വേദനയില്ല. ഈ അമ്മയ്ക്കെന്താ? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം കാണിക്കാം. അതും പറഞ്ഞ് ശ്രീയെ കൊണ്ട് അവൾ അപ്പുറത്തെ റൂമിലേക്ക് പോയി. അച്ഛൻ വന്നപ്പോൾ എന്നെ വേണ്ട. പതിയെ അതും പറഞ്ഞ് സാരിത്തുമ്പടി തെളിയിക്കൂത്തി ഞാൻ അടുക്കളയിലേക്ക് നടന്നു. ശ്രീക്ക് ഒരുപാട് ഇഷ്ടമാണ് ചപ്പാത്തി. പൊടി കൊഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രീയും മോളും വന്നത്. എന്ത് ചെയ്യാം അമ്മേ? ഡാൻസ് കളിക്കാൻ പോവാ. എന്തേ വരുന്നോ? എന്താടി മോളെ നിന്റെ അമ്മയ്ക്ക് ഇത്ര ചൂട്? അല്പം താന്ന് നന്ദൂട്ടിയെ വട്ടം കെട്ടിപ്പിടിച്ച് അവളുടെ തോളി തലവെച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ശ്രീ അത് ചോദിച്ചത്. എനിക്കൊരു ചൂടുമില്ല. ലച്ചു, വാ പുറത്തു പോകാം. നന്ദൂട്ടി, പോയി ഡ്രസ്സ് മാറി വാ മോളെ. എന്താ ശ്രീ? മണി 7 അയക്കുന്നു. അവൾക്കൊന്നത് വയ്യാണ്ടിരിക്കുക. ഈ സമയത്ത് എങ്ങനെയാ മോളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത്? അവൾക്കൊരു കുഴപ്പമില്ല. നീ പോയി ഡ്രസ്സ് മാറി വാ. ഒന്നും മനസ്സിലാവാതെ കൈയും കഴുകി ഞാൻ മുറിയിലേക്ക് നടന്നു. ലച്ചു, ഒന്ന് വേഗം വാ. സാരി ഞൊറിഞ്ഞ് നേരെയാക്കി അതും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ചെന്നു. കാറ് കുറേ ദൂരം മുന്നോട്ട് പോയി. എത്ര നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ശ്രീക്കൊപ്പം ഒരു യാത്ര. പുറത്ത് മഴ നന്നായി പെയ്യുന്നുണ്ട്. വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഗ്ലാസിനിടയിലൂടെ മങ്ങി തുടങ്ങിയ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം കാണാനും ഒരു പ്രത്യേക ഭംഗി. ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു. മോള് പിൻസീറ്റിലിരുന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. മടുത്തോ ശ്രീ? ഇനി കുറച്ച് ഞാൻ ഡ്രൈവ് ചെയ്യാം. ഇല്ല ലച്ചു. കാറ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ എൻ്റെ കൈയെടുത്ത് ശ്രീയുടെ മടിയിലേക്ക് വെച്ചു. എന്തേന്ന് ചോദ്യഭാവത്തിൽ ശ്രീ എന്നെ നോക്കി. ഒന്നും മിണ്ടാതെ ഞാൻ ആ മുഖത്തൊന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. വലം കൈയിലെ സ്റ്റിയറിങ്ങും ഇടം കൈ എൻ്റെ കൈവിരലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ശ്രീ എന്നോടും മോളോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാൾക്കും വിശക്കുന്നില്ലേ? സമയം 9:30 കഴിഞ്ഞു. അപ്പോഴേക്കും ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ മോളൊന്നും മോളി. ഇപ്പം കഴിക്കാട്ടോ മോളു. അതും പറഞ്ഞ് ശ്രീ കാറ് അടുത്ത് കണ്ട ഒരു തട്ടുകടയുടെ അരികിലായി നിർത്തി. നീയും മോൾ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ വാങ്ങിയിട്ട് വരാം. കാറിൻ്റെ ഗ്ലാസ് ഞാൻ മെല്ലെ താഴ്ത്തി. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഒഴുകിയെത്തുന്ന ഇളങ്കാറ്റിന് പോലും ഒരു പ്രത്യേക സുഖമുണ്ട്. ഓരോന്നൊക്കെ ഓർത്തങ്ങനെ ഇരുന്നപ്പോൾ ശ്രീ ഞങ്ങൾക്കുള്ള ഫുഡുമായി വന്നു. മസാല ദോശ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും ശ്രീ മറന്നിട്ടില്ല. ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു, ഇത് എന്തോർത്ത് നിൽക്കുവ ലച്ചു, വേഗം കഴിക്ക്. നമുക്കിനി ഒരുപാട് ദൂരം പോകാനുള്ളതാ. എങ്ങോട്ട് പോകാൻ? അതൊക്കെ വഴിയേ പറയാം. ഇപ്പോൾ എൻ്റെ ഭാര്യ കഴിച്ചിട്ട് വേഗം വണ്ടി കയറ്. ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിയും. ഇനി കുറേ ദൂരം ഞാൻ ഡ്രൈവ് ചെയ്യാം. അതും പറഞ്ഞ് ഞാൻ മുൻസീറ്റിലേക്ക് കയറിയിരുന്നു. ശ്രീ പറഞ്ഞ വഴിയിലൂടെയൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോയി.
കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. അപ്പോൾ ശ്രീ ഓടിക്കാൻ തുടങ്ങി. ഉറക്കം വരുന്നെങ്കിൽ ഒന്ന് മയങ്ങിക്കോ ലച്ചു. ഇനിയും കുറച്ചു ദൂരം കൂടി നമുക്ക് പോകണം. എങ്ങോട്ടേക്കാ ശ്രീ? നാളെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതല്ലേ? നമ്മൾ ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരും. അതോർത്ത് ടെൻഷനാവണ്ട. പിന്നൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. എപ്പോഴും ഞാൻ ചെറുതായൊന്ന് മയങ്ങി. ശ്രീ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ ഉണർന്നത്. നന്ദൂട്ടി അപ്പോഴും ഉണർന്നിരുന്നു. ലച്ചു, നമ്മുടെ സ്ഥലം എത്തി. ഇതേതാ ശ്രീ സ്ഥലം? ആ ബോർഡൊന്ന് വായിച്ചേ. ദേവമാത ഓർഫനേജ്. ഒരു നിമിഷം എൻ്റെ നെഞ്ചിലൊരു വെള്ളടി വെട്ടി. കാറിൽ നിന്ന് ഇറങ്ങാതെ ചലനമറ്റതുപോലെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇറങ്ങി ലച്ചു. പതിയെ കാലുകൾ ഓരോന്നും പുറത്തേക്ക് വെക്കുമ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. മനസ്സിലെ ഭാവങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ ശ്രീയുടെ ഒപ്പം നടന്നു. നടന്നകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് അശ്വതിയാണ്. അവർക്കൊപ്പം നന്ദൂട്ടിയെക്കാളും 2 വയസ്സ് കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരാൺകുട്ടി. ഒരു നിമിഷം അശ്വതിയോട് എങ്ങനെ മാപ്പ് ചോദിക്കണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്കടുത്തേക്ക് നടന്നു. ആ കുഞ്ഞിൻ്റെ മുടിയിഴകളിൽ പതിയെ തലോടി. അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കെൻ്റെ ശ്രീകുട്ടനെ തന്നെയാണ് ഓർമ്മ വന്നത്. അത്രയ്ക്ക് ചായ. അശ്വതി, ഞാൻ എൻ്റെ അനിയന് വേണ്ടി നിന്നോട്. അകത്തെ മുറിയിൽ ഞങ്ങളുടെ 2 പേരുടെയും വീട്ടുകാർ. ഒന്നും മനസ്സിലാകാതെ ഞാൻ നിന്നു. എന്താ ശ്രീ, എല്ലാവരും ഇവിടെ? അതൊക്കെ പറയാം. ആദ്യം നീ ഒന്ന് കണ്ണടയ്ക്ക്. ഞാൻ മെല്ലെ എൻ്റെ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇനി പതിയെ തുറന്നോളൂവെന്ന് ശ്രീ പറഞ്ഞു. കണ്ണ് തുറക്കുമ്പോൾ കൺമുമ്പിലൊരു കേക്ക്. ഒന്നും മനസ്സിലാവാതെ ഞാൻ ശ്രീയുടെയും ഞങ്ങളുടെ വീട്ടുകാരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. ഓർമ്മയില്ലേ, ഇന്നാണ് ആ ദിവസം, നിന്റെ ജന്മദിനം. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ലേ തന്നെ, ഇതൊക്കെ ഇപ്പോൾ എന്തോർക്കാനാണ്? ശ്രീ പോയത് പിന്നെ മോളുടെ ബർത്ത്ഡേ അല്ലാതെ വേറൊന്നും ഞാൻ ആഘോഷിക്കാറേയില്ല. ഇത് എന്തോർത്ത് നിൽക്കുവാ? 12 മണിയാവാൻ ഇനി 1 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. വേഗം കട്ടാക്ക്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടി. ഇതാദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം. ശ്രീയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ അശ്വതിക്കൊരു വാക്ക് കൊടുത്തു. എത്ര പാടുപെട്ടിട്ടാണേലും എൻ്റെ അനിയനെ ഞാൻ അവൾക്കും കുഞ്ഞിന് മുൻപിൽ എത്തിക്കുമെന്ന്. ശ്രീ, എന്താ ലച്ചു, ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ഇന്ന്? ഇത്ര പെട്ടെന്ന് എല്ലാം എങ്ങനെ അറേഞ്ച് ചെയ്തു? നമ്മുടെ വീട്ടുകാരൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് അവിടെ എത്തി? അതൊക്കെ ഇനി നീ എന്തിനാ അറിയുന്നേ? നീ ഹാപ്പി ആയില്ലേ, അത് മതി. പിന്നീട് ആ യാത്രയിൽ ഞങ്ങൾ 2 പേരും ഒന്നും മിണ്ടിയില്ല. വീടെത്തി കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം നന്ദുമോള് നല്ല ഉറക്കത്തിലായിരുന്നു. ശ്രീ അവളെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. പതിവിന് വിപരീതമായി. അന്ന് ശ്രീയുടെ നെഞ്ചിൽ തലച്ചായ്ച്ചുറങ്ങുമ്പോൾ എന്തോ വല്ലാത്തൊരു സുരക്ഷിതത്വം. ശ്രീ, ഈ വീടിൻ്റെ കീ ഹൗസ് ഓണർക്ക് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇതും നമ്മുടെ വീട് തന്നെയാണല്ലോ. ശ്രീയുടെ നെഞ്ചിൽ നിന്ന് മുഖമടർത്തി ഞാൻ ആ മുഖത്തേക്ക് നോക്കി. എന്താ? നീയും മോളും ഇവിടെ താമസിക്കാൻ തുടങ്ങിയതിൻ്റെ 3-ാം മാസം ഞാൻ ഈ വീടങ്ങ് വാങ്ങി. വിശ്വാസം വരാതെ ഞാൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി. അതേടോ, എൻ്റെ ഭാര്യയും മോളും ആരും വന്ന് ഒരിക്കലും ഇറക്കിവിടാത്ത ഒരു സ്ഥലത്ത് തന്നെ താമസിപ്പിക്കണ്ടേ? പിന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ ഞാൻ ശ്രീയെ ഇറുക്കി പുണർന്നു. ദിവസങ്ങൾ ഓരോന്നും മുൻപോട്ട് പോയി. ശ്രീ ബാംഗ്ലൂരിലുള്ള ഒരു കൂട്ടുകാരനെ കൊണ്ട് ശ്രാവണിനെക്കുറിച്ച് അന്വേഷിച്ചു. അന്ന് രാത്രി തന്നെ ശ്രീ ബാംഗ്ലൂർക്കും തിരിച്ചു. അവിടെ ചെന്ന് ശ്രീകുട്ടനെ കണ്ടു. ഒരു വിധത്തിലും വരാൻ കൂട്ടാക്കാതെ നിന്ന് അവനോട് അവനു വേണ്ടി കാത്തിരിക്കുന്ന അശ്വതിയെപ്പറ്റിയും അവന് പറ്റിയ അറിവില്ലായ്മയിൽ അവർക്കുണ്ടായ കുഞ്ഞിനെപ്പറ്റിയും പറഞ്ഞു. നാട്ടിൽ വന്ന് അവൻ്റെ അശ്വതിയുടെയും വിവാഹം അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ സമ്മതത്തോടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ ഈറനണിഞ്ഞു. മോളെ, നിന്റെ തുണിയൊക്കെ എടുത്തു വെച്ചോ? ശ്രീ, ഒന്ന് വന്നെന്നെ ഹെൽപ്പ് ചെയ്തേ. ദാ വരുന്നു, ഇതുവരെ കഴിഞ്ഞില്ലേ ലച്ചു? ശ്രീ, ഈ പെട്ടിയൊക്കെ എടുത്തൊന്ന് താഴേക്ക് വെച്ചേ.
നീ വേഗം ഡ്രസ്സ് മാറി വാ, സമയം അധികമില്ല. ശ്രീ, മോളെന്തിയെ? അവള് താഴെയുണ്ട്, നീ വേഗം വാ. ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങുമ്പോൾ ശ്രീയും മോളും പിന്നെ കാർ ഡ്രൈവറും താഴെ തന്നെ ഉണ്ടായിരുന്നു. പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വീട് പൂട്ടി ഞങ്ങൾ ഇറങ്ങി. ഞാനും ശ്രീയും ഞങ്ങളുടെ മോളും കൂടി ഇന്നൊരു യാത്ര പോവുകയാണ്. 7 വർഷങ്ങൾക്ക് മുൻപ് പ്ലാൻ ചെയ്ത നടക്കാതെ പോയൊരു കാനഡിയൻ ട്രിപ്പ്. എന്തോർത്തിരിക്കുവല്ലേ ചു, എയർപോർട്ടിലെത്തി. നന്ദുമോളുടെ വലങ്കയിൽ ശ്രീയും ഇടങ്കയിൽ ഞാനും ചേർത്ത് പിടിച്ച് എയർപോർട്ടിനുള്ളിലേക്ക് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും ശബ്ദം കൊണ്ട് പറയാതെ മനസ്സുകൊണ്ട് ഒന്നിച്ചു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇനി ആണൊരുത്തൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും വരേക്കും ഒരിക്കലും ഞങ്ങൾ തനിച്ചാക്കില്ല. എന്നും ഇങ്ങനെ ഒപ്പം ഉണ്ടാകും. ഞങ്ങൾ മൂന്നാളും ഒന്നിച്ച് പറന്നുയർന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ലോകത്തിലേക്കുമായിരുന്നു.